ഹിന്ദു ഐക്യവേദി നേതാവ് RV ബാബു ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ RV ബാബു, റിസർവ് ബാങ്കിൻ്റെ ഓഫീസിൽ നടന്ന വനിതാ ദിനാഘോഷമാണ്. അവിടെ പങ്കെടുത്തത്, അത് ഉദ്ഘാടനം ചെയ്യാൻ UAPA കേസിൽ പ്രതിയായ മാധ്യമപ്രവർത്തകയാണ് എത്തിയത്. ഇപ്പോൾ അതിനെതിരെ പ്രതിഷേധം ശക്തമാവുകയുമാണ്. കാരണം അവിടെ നടന്നതിൽ പിന്നീട് ഈ വിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്യാൻ വിസമ്മതിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങളും പുറത്തു വരുന്നുണ്ട്. പ്രതികരണം എന്താണ്? ഈ റിസർവ് ബാങ്ക് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ വളരെ സെക്യൂരിറ്റി ആവശ്യമുള്ള സുരക്ഷിതമായിട്ടുള്ള ഒരു സ്ഥലമാണ്. കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള ഒരു സ്ഥാപനമാണ്. അവിടെ തീവ്രവാദ കേസിൽ പ്രതിയാക്കപ്പെട്ട ഒരു വ്യക്തി, ആ വ്യക്തി അങ്ങേയറ്റം ഒരു രാഷ്ട്രവിരുദ്ധ രാജ്യവിരുദ്ധ ബാക്ക്ഗ്രൗണ്ടോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു പത്രപ്രവർത്തക. അവര് വന്നിട്ട് വനിതാ ദിനാഘോഷത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുക, ഉദ്ഘാടനം നടത്തുക എന്ന് പറഞ്ഞാൽ അത് ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ്. ഇതെങ്ങനെ അവരെ അവിടെ എത്തി എന്നുള്ളതിനെ സംബന്ധിച്ച്, ആരാണ് ഇവരവിടെ കൊണ്ടുവന്നത്, ആർക്കാണ് റിസർവ് ബാങ്കിൽ ഇത്തരം തീവ്രവാദികളുമായിട്ടുള്ള ബന്ധം എന്ന് അന്വേഷിച്ചാലേ നമുക്ക് കണ്ടെത്താൻ കഴിയും. ഈ ഷാഹിനയുടെ പശ്ചാത്തലം എല്ലാവർക്കും അറിയാം. ഇതറിയാത്തവരല്ല റിസർവ് ബാങ്കിലെ ഉദ്യോഗസ്ഥര്. എന്ത് ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഷാഹിനയെ പോലുള്ള ഒരു വ്യക്തിയെ വനിതാ ദിനാഘോഷത്തിൽ പങ്കെടുപ്പിച്ചത് എന്ന് റിസർവ് ബാങ്കിന്റെ ഉത്തരവാദിത്തപ്പെട്ടവർ വ്യക്തമാക്കണം. അതിന് ഉത്തരവാദികളെ കണ്ടെത്തി നടപടികൾക്ക് വിധേയമാക്കണം. ഇത്തരം ആളുകളെയൊക്കെ കൊണ്ടുവന്ന് പരിപാടി പങ്കെടുപ്പിക്കുന്നത് രാഷ്ട്ര താല്പര്യങ്ങൾക്കെതിരാണ്. ഷാഹിനയെ പോലുള്ള വ്യക്തികൾ അവര് അർബൻ നക്സൽ ഇടത് തീവ്രവാദ കൂട്ടുകെട്ടിലെ വക്താവാണ്. അടുത്ത കേന്ദ്ര സർക്കാർ വിമർശകയാണ് എന്നുള്ളത് അവരുടെ വ്യക്തിപരമായ കാര്യം. പക്ഷേ അങ്ങനെയുള്ളവരെ കേന്ദ്ര സർക്കാരിന്റെ സ്ഥാപനത്തിൽ തന്നെ കൊണ്ടുവന്ന് പങ്കെടുപ്പിക്കുന്നത് ഏത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പേരിലായാലും ന്യായീകരിക്കാൻ കഴിയുന്നതല്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, കേന്ദ്ര സർക്കാരിൽ ഇത്തരത്തിലുള്ള പല സ്ഥാപനങ്ങളിലും ഇതേപോലുള്ള തീവ്രവാദ ശക്തികൾ നുഴഞ്ഞു കയറി അത്തരം തീവ്രവാദികൾക്ക് കളമൊരുക്കി കൊടുക്കുന്ന ചില ആളുകൾ ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട്. അത് റിസർവ് ബാങ്കിൽ മാത്രമല്ല, പലയിടങ്ങളിലും ഉണ്ട്. അവരെയൊക്കെ കണ്ടെത്തി പുറത്താക്കാനുള്ള ഉത്തരവാദിത്വം സർക്കാരിനുണ്ട്. സർക്കാരിന്റെ ആഭ്യന്തര വകുപ്പ് ഇക്കാര്യത്തിൽ ശ്രദ്ധിക്കണം. റിസർവ് ബാങ്കിന്റെ ഈ ചുമതല നോക്കുന്നവര് ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് ഗൗരവമായിട്ട് അന്വേഷിച്ച് ഇത്തരം ആളുകളെ പങ്കെടുപ്പിച്ചതിനെതിരെ, അതിന് നേതൃത്വം കൊടുത്ത ആളുകൾക്കെതിരെ ശക്തമായ നടപടികൾ എടുക്കണം എന്നാണ് ഹിന്ദു ഐക്യവേദി ആവശ്യപ്പെടുന്നത്. വളരെ നന്ദി ശ്രീ RV ബാബു.